സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ തിരിച്ചടികൾക്ക് കൃത്യത നൽകുന്ന റഷ്യയുടെ സാങ്കേതിക മികവിന് മുന്നിൽ വീണ്ടും വീണ്ടും തോൽക്കുന്ന അമേരിക്ക. ഇക്കാര്യം ഒടുവിൽ ട്രംപ് ഭരണകൂടം തന്നെ സമ്മതിക്കുകയാണ്. സൗദിയിലെയും ഇറാഖിലെയും അമേരിക്കൻ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ, അതായത് CIA സ്റ്റേഷനുകളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ റഷ്യ ഉണ്ടെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയാണ് അമേരിക്കൻ ഏജൻസികൾ. അതീവ സുരക്ഷിതമായ CIA കേന്ദ്രങ്ങളിൽ ഇറാൻ എങ്ങനെ ഡ്രോൺ ആക്രമണം നടത്തി എന്നതാണ് അമേരിക്കൻ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചത്. ഇത് റഷ്യയുടെ വിപുലമായ സാങ്കേതിക പിന്തുണയില്ലാതെ നടക്കില്ല എന്നാണ് അമേരിക്കൻ ഏജൻസികൾ എത്തിയിരിക്കുന്ന നിഗമനം. റഷ്യ നൽകിയ വമ്പൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് എന്നാണ് സ്വതന്ത്ര നിരീക്ഷകർ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചത്. ജോർദാനിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രത്യാക്രമണത്തിന് പിന്നിലും റഷ്യൻ സാങ്കേതിക മികവുണ്ട് എന്നും അമേരിക്കൻ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. റഷ്യയുടെ പറക്കും കമാൻഡിംഗ് സെന്ററായ ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിൽ വന്നു പോയതിനു ശേഷം ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ കൃത്യതയും അത് കാരണം അമേരിക്കൻ അസറ്റുകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അമേരിക്കൻ സെൻട്രൽ കമാൻഡിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാന്റെ കരുത്തിനു പിന്നിൽ റഷ്യയുടെ നയതന്ത്ര പിന്തുണ മാത്രമല്ല, കൃത്യമായ സാങ്കേതിക ബുദ്ധിയുമുണ്ടെന്ന് അമേരിക്ക ഉറപ്പിക്കുകയാണ്. എന്താണ് ഇറാന് കരുത്ത് നൽകുന്ന റഷ്യയുടെ ആ സാങ്കേതിക വിദ്യ? ടെഹ്റാനിൽ മണിക്കൂറുകൾ മാത്രമുണ്ടായിരുന്ന റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം എത്രത്തോളം നിർണായക വിവരങ്ങളാണ് ഇറാന് കൈമാറിയത്? ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് ഈ വീഡിയോയുമായി വന്നത്. വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം, അതീവ സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ കടന്നുകയറി ഇറാൻ എങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്നത് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് റിയാദിലെ അമേരിക്കൻ എംബസി കോംപ്ലക്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി സ്റ്റേഷന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആയത്തുള്ള അലി ഖമനയുടെ വധത്തിന് ഇറാൻ നൽകിയ തിരിച്ചടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്രമണം. ഇതേ സമയം തന്നെ കിഴക്കൻ ഇറാഖിലെ CIA കേന്ദ്രത്തിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളാണ് CIA സ്റ്റേഷനുകൾ. സുരക്ഷയുടെ ഭാഗമായി പല വിദേശ രാജ്യങ്ങളിലെയും CIA കേന്ദ്രങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്താറില്ല. റിയാദിനൊപ്പം ആക്രമണം നടന്ന കിഴക്കൻ ഇറാഖിൽ സ്ഥലം ഏതെന്നും നാശനഷ്ടം എത്രത്തോളം ഉണ്ടായി എന്നും ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. സുരക്ഷ മുൻനിർത്തിയാണ് ഈ കടുത്ത നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തുന്നത്. മിക്കപ്പോഴും നയതന്ത്ര കാര്യാലയങ്ങളുടെ ഉള്ളിലെ രഹസ്യ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരിലോ ആണ് CIA സ്റ്റേഷനുകൾ പ്രവർത്തിക്കുക. സ്ഫോടനങ്ങളെ ചെറുക്കുന്ന കെട്ടിട നിർമ്മാണം, അത്യാധുനിക ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവ ഇത്തരം മേഖലകളിൽ ഉണ്ടാകും. വിവരങ്ങൾ ചോരാതിരിക്കാൻ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള പുറം ലോകത്തെ ശൃംഖലകളിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്തിയ എയർ ഗ്യാപ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളാണ് CIA കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള അതീവ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലാണ് ഇറാൻ കൃത്യമായ ആക്രമണം നടത്തിയത് എന്നതാണ് അമേരിക്കയെ ഞെട്ടിച്ചത്. 2 ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു സൗദിയിലെ ആക്രമണം. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ ഡ്രോൺ എംബസി കെട്ടിടത്തിന്റെ പുറം ഭിത്തിയിൽ വലിയൊരു ദ്വാരമുണ്ടാക്കി. തൊട്ടു പിന്നാലെ എത്തിയ രണ്ടാമത്തെ ഡ്രോൺ ഈ ദ്വാരത്തിലൂടെ കെട്ടിടത്തിനുള്ളിലേക്ക് കുതിച്ചു കയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇറാന്റെ ഈ അടിയിൽ എംബസി കെട്ടിടത്തിന്റെ 3 നിലകൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. മേൽക്കൂര ഭാഗികമായി തകരുകയും ചെയ്തു. കെട്ടിടത്തിൽ പടർന്നു പിടിച്ച തീ ഏതാണ്ട് 12 മണിക്കൂർ എടുത്താണ് കെടുത്തിയത്. പുലർച്ചെ 1:30 ഈ ആക്രമണം എന്നതുകൊണ്ട് ജീവനക്കാർ ആരും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ വധിക്കുകയല്ല ലക്ഷ്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ എത്ര വലിയ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്കും അല്ലെങ്കിൽ സ്ഥലത്തേക്കും കടന്നു കയറാൻ പറ്റുമെന്ന് അമേരിക്കയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇറാന്റെ ഈ തിരിച്ചടി എന്ന് വിലയിരുത്താം. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഇറാൻ ഇത്രയും സുരക്ഷിതമായ കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്തിയത് എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ അവിടെയാണ് റഷ്യയുടെ വമ്പൻ സഹായം ഇറാന് കിട്ടിയത്. അതാണ് കോമറ്റ M. അത്യാധുനിക സ്മാർട്ട് ആന്റിന നാവിഗേഷൻ മൊഡ്യൂളാണ് ഈ കോമറ്റ M. ശത്രുക്കൾ പ്രയോഗിക്കുന്ന ഇലക്ട്രോണിക് ജാമിങ്ങിനെ പൂർണ്ണമായും പ്രതിരോധിച്ച് ഡ്രോണുകളെയും മിസൈലുകളെയും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കാൻ റഷ്യയുടെ ഈ കോമറ്റയ്ക്ക് കഴിയും. അതായത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകളുടെ GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ശക്തമായ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇതുവഴി ഡ്രോണുകളെ വഴിതിരിച്ചുവിട്ട് തകർക്കാനാണ് ഈ ശത്രുക്കൾ ശ്രമിക്കുന്നത്. എന്നാൽ കോമറ്റ M സിസ്റ്റത്തിന് ഇത്തരം വ്യാജ ജാമിംഗ് സിഗ്നലുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഡിജിറ്റലായി റദ്ദാക്കാനും യഥാർത്ഥ നാവിഗേഷൻ സാറ്റലൈറ്റുകളിൽ നിന്നുള്ള സിഗ്നലുകൾ മാത്രം സ്വീകരിക്കാനും കഴിയും. ഡ്രോണുകളെ കൃത്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയും എന്ന് അർത്ഥം. ഇറാന്റെ ഷാഹദ് ഡ്രോണുകളിൽ
നേരത്തെ ഉപയോഗിച്ചിരുന്നത് സാധാരണ സിവിലിയൻ GPS ആന്റിനകളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ താവളങ്ങളിലെ ജാമറുകൾക്ക് ഇവയെ വഴിതെറ്റിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ റഷ്യ കോമറ്റ M സാങ്കേതികവിദ്യ ഇറാന് കൈമാറിയതോടെ സ്ഥിതി മാറി. കോമറ്റ ഉപയോഗിച്ച് ഇറാൻ ഷാഹിദ് ഡ്രോണുകളെ നവീകരിച്ചു. ഇതോടെ അമേരിക്കയുടെ അത്യാധുനിക ഇലക്ട്രോണിക് സുരക്ഷാ വലയങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ ഷാഹിദ് 136 ഡ്രോണുകൾക്ക് കഴിയുന്നു. അതായത് ഇറാന്റെ ഷാഹിദ് ഡ്രോണിന് റഷ്യയുടെ കോമറ്റ എമ്മിന്റെ ഡിജിറ്റൽ കവചം ഉള്ളതുകൊണ്ടാണ് അമേരിക്കയുടെ വലിയ ജാമിംഗ് സംവിധാനങ്ങളുള്ള അതീവ സുരക്ഷിതമായ കേന്ദ്രത്തിലെ ആ ജാമിംഗ് സംവിധാനങ്ങളെ മറികടക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് സാങ്കേതിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ആദ്യം ഇറാനുള്ള റഷ്യൻ സഹായം സ്ഥിരീകരിക്കാതിരുന്ന അമേരിക്കയും ഇപ്പോൾ അത് സമ്മതിക്കുകയാണ് എന്നുള്ളതാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൂടെ മറ്റൊന്നുകൂടി അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. അതായത് കോമറ്റ M ഉള്ള അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചിട്ടുള്ള അതുപയോഗിച്ച് നവീകരിച്ച ഷാഹിദ് ഡ്രോണിനെ തടയാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ഇത്ര സുരക്ഷിതമായ CIA സ്റ്റേഷന്റെ വിവരം എങ്ങനെ ഇറാന് കിട്ടി എന്നതാണ്. അതിന് പിന്നിലും റഷ്യ തന്നെയാണ് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. റഷ്യ പോലെ ആധുനികമായ ഇന്റലിജൻസ് ശേഷിയുള്ള രാജ്യത്തിന് മാത്രമേ ഇത്തരം രഹസ്യ കേന്ദ്രങ്ങൾ സ്പോട്ട് ചെയ്യാൻ സാധിക്കൂ എന്നാണ് അമേരിക്കയുടെ മുൻ CIA ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ഈ വിഷയത്തിൽ വലിയൊരു അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്. CIA കേന്ദ്രങ്ങളെ തന്നെയാണോ ഇറാൻ ലക്ഷ്യമിട്ടത് എന്നും അതോ അമേരിക്കൻ എംബസിയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ യാദൃശ്ചികമായി CIA ഓഫീസ് തകർന്നതാണോ എന്നതിലും അമേരിക്കൻ ഏജൻസികൾക്ക് കൂടുതൽ വ്യക്തത വേണം, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്. എന്നാൽ CIA ഓഫീസുകളെ തന്നെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് എന്നാണ് മറ്റു ചില വിശകലന വിദഗ്ധർ പറയുന്നത്. ഒരേ സമയം സൗദിയിലെയും ഇറാഖിലെയും CIA കേന്ദ്രങ്ങളെ ആക്രമിച്ചത് അവർ ഇതിന് ഒരു സാധൂകരണം എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, രണ്ടല്ല, ഗൾഫ് മേഖലയിലെ 12ഓളം CIA കേന്ദ്രങ്ങൾ ഇറാൻ തകർത്തുവെന്ന് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കോമറ്റ M ഉപയോഗിച്ച് നവീകരിച്ച ഷാഹിദ് 136 ഡ്രോണുകൾ തന്നെയാണ് ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെയും ആക്രമിച്ചത്. 10ഓളം ഡ്രോണുകളാണ് ഇവിടെ ആക്രമണം നടത്തിയത്. കൂട്ടത്തോടെ എത്തിയ ഷാഹിദ് ഡ്രോണുകളെ നേരിടാൻ ജോർദാനിലെ മുവാഫക് സാറ്റി വ്യോമതാവളത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ പതറിയ സമയം കൊണ്ട് ഇറാൻ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു. ഈ മിസൈലുകളിൽ 2 പ്രതിരോധം മറികടന്ന് അമേരിക്കൻ സൈനികർ താമസിച്ചിരുന്ന താൽക്കാലിക പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് കൃത്യമായി പതിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 3 അമേരിക്കൻ സൈനികർക്ക് ജോർദാനിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ജോർദാനിലെ ഈ ആക്രമണത്തിന് ഇറാനെ സഹായിച്ചത് കോമറ്റ M മാത്രമായിരുന്നില്ല, റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം കൂടിയായിരുന്നു എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. ജൂലൈ 13 ടെഹ്റാനിൽ വന്നുപോയ വെറും 12 മണിക്കൂർ മാത്രം ടെഹ്റാനിൽ തങ്ങിയ ഡൂംസ്ഡേ വിമാനം ജോർദാനിലെ അമേരിക്കൻ ബാരക്കുകളുടെ തത്സമയ വിവരങ്ങൾ ഇറാന് കൈമാറി എന്നാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ പട്രോളിംഗ് സമയക്രമം, ജോർദാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ലൊക്കേഷനുകൾ, അവയുടെ പരിമിതികൾ എന്നിവ റഷ്യൻ ഉപഗ്രഹങ്ങൾ വഴി ശേഖരിച്ച് ഡൂംസ്ഡേ വിമാനം നേരിട്ട് ഇറാന് കൈമാറി എന്നാണ് വിവരം. ഈ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ അത്യാധുനിക പാട്രിയോട്ടിക് മിസൈൽ പ്രതിരോധത്തെ മറികടന്ന് ജോർദാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞത് എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിൽ വന്ന് പോയതിന് ശേഷം ഇറാൻ നടത്തിയ ആക്രമണങ്ങളെല്ലാം മുമ്പത്തേക്കാൾ കൃത്യതയുണ്ടായിരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ബഹ്റൈനിലും കുവൈറ്റിലും പിന്നെ ഒമാനിലും വരെയുള്ള അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെ ഇറാൻ തകർത്ത് കളഞ്ഞു. ഈ ആക്രമണത്തിലാണ് ഒമാനിലുള്ള അമേരിക്കയുടെ ഹോർമൂസ് നിരീക്ഷണ റഡാർ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഹോർമൂസിലെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിരീക്ഷണ റഡാറും തകർന്നത്. ഈ റഡാറുകളും അതീവ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചൈനയിലുള്ള ഡൂംസ്ഡേ വിമാനം ഇറാന് കൂടുതൽ സാറ്റലൈറ്റ് വിവരങ്ങൾ ഇപ്പോഴും നൽകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചൈനീസ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് ശേഖരിക്കുന്ന വിവരങ്ങൾ കൂടി നൽകാൻ വേണ്ടിയാണ് വിമാനം ചൈനയിൽ തുടരുന്നത് എന്നാണ് നിഗമനം. ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കോമറ്റ M ഇറാന് കൈമാറി എന്ന വാർത്തയെ റഷ്യ വ്യാജ വാർത്തയെന്ന് വിശേഷിപ്പിച്ച് തള്ളുകയായിരുന്നു. മാത്രമല്ല, ഡൂംസ്ഡേ വിമാനത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇറാൻ നടത്തുന്ന കൃത്യതയുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ഗൾഫിലെ നാവിക കേന്ദ്രങ്ങൾക്ക്, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് വരുത്തുന്നത് കനത്ത നാശമാണ്. ഇത് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെ ആകെ താറുമാറാക്കുന്നു എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പങ്കുവയ്ക്കുന്നത്.
അത്രയ്ക്ക് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ നോക്കിയാണ്, മോണിറ്റർ ചെയ്താണ് ഇറാൻ ആക്രമിക്കുന്നത്. കുറഞ്ഞ ആക്രമണം കൂടുതൽ ആഘാതം എന്ന തന്ത്രമാണ് ഇറാൻ തുടരുന്നത്. എന്നിട്ടും റഷ്യയെ നേരിട്ട് കുറ്റപ്പെടുത്താനോ, അതായത് റഷ്യയ്ക്ക് ഇറാൻ്റെ ഈ ആക്രമണങ്ങളിലെല്ലാം പങ്കുണ്ട് എന്നറിഞ്ഞിട്ടും റഷ്യയെ നേരിട്ട് കുറ്റപ്പെടുത്താനോ മറ്റോ ട്രംപ് തയ്യാറാകുന്നില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിൽ കൊണ്ടുവന്ന നടപടിയിലൂടെ ഇറാന് നൽകുന്ന പരസ്യമായ സൈനിക പിന്തുണയാണ് റഷ്യ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത്. ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകളുടെ ഉള്ളറിയിക്കുന്ന മറ്റൊരു സിംപ്ലി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.